നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു IFFK സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് IFFKയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്ററിന്റെ മുന്നിലാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക്കേഷന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട ഇവന്റിന്റെ കവറേജാണ്. ഈ ഒരു ജേർണൽ റിലീസിന്റെ വിഷ്വൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ കാണാം. ഇന്ന് ഫെസ്റ്റിവൽ 3ാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3 ദിവസം കൊണ്ട് ഇവിടെ വന്ന ഡെലിഗേറ്റുകൾക്ക് ഫെസ്റ്റിവൽ എന്തൊക്കെ മികച്ച അനുഭവങ്ങൾ നൽകിയെന്ന് നമുക്ക് ഡെലിഗേറ്റ്സിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കൊരു ദിവസം 3 ഫിലിംസാണ് റിസർവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മാക്സിമം എല്ലായിടത്തും ഓടി എത്താനാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരു 4 സിനിമ കണ്ടിരുന്നു. അതിൽ ആഗ്ര എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഒരു നീരജ് ബാലോ ഡയറക്ടർ. അത് ഇന്നലെ ഇതേ സമയം ടാഗോറിൽ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ മലയാളം കാറ്റഗറിയിൽ പാരഡൈസ് റോഷൻ മാത്യൂസ് വളരെ നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഇവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊരു ജാപ്പനീസ് സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു സിനോപ്സിസ് ഒക്കെ വായിച്ചിരുന്നു. നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളും അതുപോലെ ചലച്ചിത്ര വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകളെക്കുറിച്ചും ഒക്കെ പഠിക്കാനും അതുപോലെ സിനിമകളെക്കുറിച്ച് അറിയാനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത്. ഫിലിം സെലക്ഷൻ്റെ കാര്യത്തിലായാലും അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി സിനിമ കാണാനായിട്ട് നല്ല കുറച്ചുകൂടി സൗകര്യമുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട്. ഞങ്ങൾ കോഴിക്കോടുള്ള ചെറിയൊരു കളക്റ്റീവാണ്, ഒരു ഫിലിം കളക്റ്റീവാണ്. പേര് ബറാക്ക എന്ന് പറയും. അപ്പോൾ പോസ്റ്റൊക്കെ വിറ്റ് അതിനൊരു പൈസക്ക് ഞങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുക, ഈ ഒരു എയിമിലാണ് ഇവിടെ വന്ന്. ഇത് ഇക്കൊല്ലല്ല, കഴിഞ്ഞ കൊല്ലം ഫെസ്റ്റിവലിൻ്റെ വേദികളിലെല്ലാം പിന്നെ ബാക്കിയുള്ള ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ ഞങ്ങൾ പോസ്റ്റർ വെക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ വട്ടം വിറ്റ പൈസക്കൊക്കെ ഞങ്ങൾ ഇച്ചിരി ഡോക്യുമെൻ്ററി ചെയ്തിട്ട് അത് ITSFKയിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രാത്രിയിലും കണ്ണു കാണുന്ന പെണ്ണുങ്ങൾ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. ഇതിൽ കാണുന്ന 3 ആൾക്കാർ മാത്രമല്ല, ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഷെഫായിട്ട് അവിടെയൊക്കെ ഉണ്ട്. തുടങ്ങുന്ന കാലത്ത് കുറച്ച് ആൾക്കാരും ഇപ്പോൾ കയറി വന്നൊരു 25ഓളം ആൾക്കാർ ഇതിലിപ്പം കളക്റ്റീവിൻ്റെ ഭാഗമായിട്ട് സിനിമേൻ്റെ പല മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. മൃണാൾസന്റെ ബോസഡിനയുടെ ഭാഗമായി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 28ാമത് എഡിഷൻ മൃണാൾസൻ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുകയുണ്ടായി. മൃണാൾസന്റെ ചലച്ചിത്ര ജീവിതവും അതോടൊപ്പം തന്നെ ഷൂട്ടിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട ചില അനർഘ നിമിഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനമായിരുന്നു ഇത്. ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത് മലയാളിയായ ഒരു ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. IFFKയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു മലയാളി അല്ലാത്തൊരു ഫിലിം മേക്കറിൻ്റെ ഒരു ഫോട്ടോ എക്സിബിഷൻ. അതും ആദ്യത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്, IFFKയുടെ ആദ്യത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് വാങ്ങിച്ച മൃണാൾസൻ്റെ ഒരു എക്സിബിഷൻ. ഇതിൽ ഞാനെടുത്ത ഫോട്ടോസ് കൊണ്ട് കുറച്ചേ ഉള്ളൂ. ഇത് ഈ നേരത്തെയുള്ള ഫോട്ടോ ഇത് ടാഗോർ തിയേറ്ററിൽ തന്നെ മൃഗയ എന്നുള്ള സിനിമയുടെ റിവ്യൂവിന് അദ്ദേഹം എത്തിയപ്പെടുത്ത ഫോട്ടോ ആണ്. ഇത് ഇപ്പോൾ ഗോവയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് IFFI, അത് നേരത്തെ ഫിലിമോത്സവം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഒരു ഫിലിമോത്സവം കേരളത്തിൽ നടന്നിട്ടുള്ളൂ 88-ൽ.
അതിൻ്റെ ഉദ്ഘാടനം മൃണാൾ സെന്നായിരുന്നു. അന്നെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ അതാണ്. ബാക്കിയെല്ലാം സുഭാഷ് നന്ദി എന്ന് പറയുന്ന മൃണാൾ സെൻ്റെ ഒരു ഫോട്ടോഗ്രാഫറുടെ കളക്ഷനിൽ നിന്നെടുത്ത് റീകോപ്പി ചെയ്ത ഫോട്ടോസാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പോസ്റ്റേഴ്സ് എല്ലാം നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ നിന്ന് അക്കാഡമി വിലയ്ക്ക് വാങ്ങിച്ചു. എല്ലാവിടെ 100 ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മവാർഷികം എന്നുള്ള രീതിയിൽ. എന്നും മലയാളത്തെയും മലയാള സിനിമയും ഒക്കെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു മൃണാൾ സെൻ. മൃണാൾ സെൻ ഒരിക്കൽ, ബംഗാളിയായ മൃണാൾ സെൻ ഒരിക്കൽ അദ്ദേഹം ഒരു മലയാള സിനിമ ചെയ്യാൻ ഒരു ശ്രമം നടത്തി. എനിക്ക് തോന്നുന്നു കയ്യൂർ സമരത്തെ എന്തോ ആധാരമാക്കിയ ഒരു സിനിമയായിരുന്നു എന്ന് തോന്നുന്നു. എന്തോ ചില കാരണങ്ങളാൽ ആ ഒരു സിനിമ നടക്കാതെ. ഞാനിപ്പോൾ അങ്ങോട്ട് ഫെസ്റ്റിവലിന് വന്നു കയറിയതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കണ്ട ഈ എക്സിബിഷനാണ് ഗോപാലകൃഷ്ണൻ മൃണാൾ സെൻ എന്ന് പറഞ്ഞ സത്യത്രേ ഒക്കെ കഴിഞ്ഞുള്ള ഇന്ത്യയിലെ ഏറ്റവും ഒരു ഫേമസ് അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനൊരു എക്സിബിഷൻ നടത്താൻ വളരെ നല്ലൊരു കാര്യമാണ്. ബംഗാൾ ചലച്ചിത്ര ലോകം ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച 3 പ്രതിഭാശാലികളാണ് സത്യജിത് റേ, ഋത്വിക് ഘട്ടക്, മൃണാൾ സെൻ. ഇതിൽ മൃണാൾ സെന്നിന് ഒറിയ ഭാഷയിലും തെലുങ്ക് ഭാഷയിലും ഹിന്ദി ഭാഷയിലും ബംഗാളി ഭാഷയിലും ഒക്കെ സിനിമകൾ ചെയ്യാൻ സാധിച്ചു. ഞാനിപ്പോൾ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് ഫിലിം മാർക്കറ്റിൽ നിന്നാണ്. ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 23യുടെ വളരെ നൂതനമായ ഒരു സംരംഭമാണ്. ഫിലിം മാർക്കറ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? നമസ്കാരം, എൻ്റെ പേര് അഖിൽ രവി. ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്റ്റാഫാണ്. 28ാമത് IFFയുടെ ഭാഗമായിട്ട് കേരള ഫിലിം മാർക്കറ്റ് എന്ന ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷനും ചലച്ചിത്ര അക്കാദമിയും ചേർന്നിട്ട് ഉള്ളൊരു സംരംഭമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ പതിപ്പായ ഈ വർഷം 3 ദിവസത്തെ ഒരു സെമിനാറാണ് പ്രധാനമായും കണ്ടക്ട് ചെയ്യുന്നത്. സെമിനാർ, പാനൽ ഡിസ്കഷൻ, ലെക്ചേഴ്സ്, അങ്ങനെ 10ഓളം റിസോഴ്സ് പേഴ്സൺസ്, എമിനൻറ്റ് റിസോഴ്സ് പേഴ്സൺസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇത് ഒരു എക്സ്ക്ലൂസീവ്ലി പെയ്ഡ് ഡെലിഗേറ്റ്സിന് വേണ്ടിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. 6,500 രൂപ പ്ലസ് GST ആണ് രജിസ്ട്രേഷൻ ചാർജ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചറിലെ ഫോറിൻ കോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡിമാൻഡുകൾ എന്താണ്, പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പിച്ചിങ് ലാബിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ലാബിലേക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ളൊരു ഡിമാൻഡ്സ് എന്താണെന്നുള്ള ഒരു നോളജ് സീരീസ് ആണ് ഒരു 12ഓളം സെഷൻസിൽ കണ്ടക്ട് ചെയ്യുന്നത്. ടാഗോറിലെ ഇവിടുത്തെ പവലിയനിലുള്ളത് ഒരു വ്യൂവിംഗ് റൂം, ഒരു ഇന്റർവ്യൂ സ്പേസ്, ഒരു VIP ലോഞ്ച്, ഇങ്ങനെ 3 സംരംഭങ്ങൾ ഇവിടെ പെയ്ഡ് ഹയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഈ 3 ഫെസിലിറ്റീസും 15-ാം തീയതി, അതായത് IFFക്ക് അവസാനിക്കുന്ന ദിവസം വരെ അവൈലബിൾ ആണ്. നല്ല സംഘാടനമാണ്. ബുക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ആപ്പിൻ്റെ ഒക്കെ ഒരു ഇന്റർനെറ്റ് ക്രാഷിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സിനിമയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മൂല്യമുള്ള സിനിമകളുണ്ട്. പല ഇന്റർനാഷണലി ഫെയിം ആയിട്ടുള്ള പല ഫിലിം ഫെസ്റ്റിലും കാണിച്ച പല സിനിമകളും ഇവിടെയും ഇപ്പം സ്ക്രീൻ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സിനിമകളുണ്ട്. ഈവൻ ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലായാൽ പോലും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ഇപ്പം കാണാൻ പോകുന്ന ഫിലിം ആയാലും ഇപ്പം ഞാനും വെയിറ്റ് ചെയ്യുന്നത് റുസ്കി ഹമാഗുജിയുടെ ഫിലിമിന് വേണ്ടിയാണ്, ഇവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടും നല്ല കോമ്പറ്റീഷനുള്ള, നല്ല ഗുണനിലവാരമുള്ള സിനിമകൾ ഉള്ള സമയമാണ്. ഇപ്പോൾ എൻലോച്ചിൻ്റെ പടമുണ്ട്. അങ്ങനെ പല 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 ആളുകളുടെയും സിനിമ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നല്ലൊരു ഫിലിം എക്സ്പീരിയൻസ് ആണ്. കേരളത്തിലെ പ്രമുഖ ഓട്ടോണമസ് കോളേജുകളിലൊന്നാണ് മരിയൻ കോളേജ് കുട്ടിക്കാനം. ഇവിടുത്തെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് പതിവ് പോലെ ഈ വർഷവും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായി ഒരു ജേണൽ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കിനിയും കാണാനുള്ളത് ഈ ഒരു ജേണലിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ്റാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ജേണലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കുട്ടിക്കാനം മരിയൻ കോളേജിലെ മാധ്യമ പഠന വിഭാഗം ഡയറക്ടറാണ് വിജയകുമാർ എന്നാണ് എൻ്റെ പേര്. 2017 MCMS എന്ന പ്രോഗ്രാം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മരിയൻ കോളേജ്, അതൊരു ഓട്ടോണമസ് കോളേജാണ്, നാക്കിൻ്റെ A++ ഗ്രേഡുള്ള കോളേജാണ്. അവിടെ 2017 MCMS എന്ന പ്രോഗ്രാം തുടങ്ങി. അത് ഞങ്ങളുടെ തന്നെ ഉണ്ടാക്കിയ സിലബസാണ്, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ സിലബസ് അല്ല. കാരണം ഞങ്ങൾ ഓട്ടോണമസ് ആണ്, അതുകൊണ്ടാണ്. അവിടെ ഞങ്ങൾ ഫിലിമിനും ടെലിവിഷൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിലബസാണുള്ളത്. അതിൽ ഫിലിമിനെ കുറിച്ച് തന്നെ 2 വിഷയങ്ങളുണ്ട്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഫിലിം, മറ്റൊന്ന് ഫിലിം തിയറീസ്.
അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് IFFIയും IFFKയും ഉണ്ട്. ഇതുകൂടാതെ കുട്ടിക്കാനം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന 4 ദിവസത്തെ ഫെസ്റ്റിവൽ ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IFFIയിൽ ഗോവയിൽ ഞങ്ങളുടെ സീനിയർ വിദ്യാർത്ഥികളും IFFKയിൽ ജൂനിയർ വിദ്യാർത്ഥികളുമാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൊവീറ്റ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇഷ്യൂ ഞങ്ങൾ എല്ലാ ഫെസ്റ്റിവലിലും ഇഷ്യൂ ചെയ്യാറുണ്ട്, പ്രസിദ്ധീകരിക്കാറുണ്ട്. അത് കുട്ടികൾ തന്നെയാണ് അതിൻ്റെ സ്റ്റോറി സെലക്ഷനും എല്ലാം നടത്തുന്ന കുട്ടികൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നൊവീറ്റ സ്പെഷ്യൽ ഇഷ്യൂ ഈ ഫെസ്റ്റിവലിൽ IFFKയുടെ ഈ ഫെസ്റ്റിവലിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മിസ്റ്റർ ജിയോ ബേബിയാണ് അത് റിലീസ് ചെയ്തത്. അതുപോലെ തന്നെ അതിൽ ഞങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ജോർജ് മാത്യു, ചലച്ചിത്രയുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ 18 വർഷം സാരഥിയായിരുന്ന ജോർജ് മാത്യുവും ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. കുട്ടികളുടെ വർക്ക് നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മരിയൻ കോളേജിലെ മീഡിയ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? ഹായ്, എൻ്റെ പേര് അന്നായം എബ്രഹാം. ഓക്കെ, ഞങ്ങൾ മരിയൻ കോളേജിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നൊവിറ്റ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാക്ടീസ് ന്യൂസ് പേപ്പറാണ്, ഞങ്ങളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാക്ടീസ് ന്യൂസ് പേപ്പർ. അപ്പോൾ നൊവിറ്റ എന്ന ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഞങ്ങൾ ഈ നൊവിറ്റ എന്നുള്ള നെയിം കണ്ടുപിടിച്ചത്. ആൻഡ് അതിൻ്റെ മീനിങ് വരുന്നത് സംതിങ് ന്യൂ എന്നാണ്. സോ ഞങ്ങൾ നൊവിറ്റയുടെ സ്റ്റുഡൻറ് എഡിറ്ററാണ് ഞാൻ, ഡിസൈനറാണ് ജോയൽ. അപ്പോൾ ഞങ്ങൾ നൊവിറ്റയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്സിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യും. നൊവിറ്റയുടെ ഞങ്ങളുടെ എഫേർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു സെറ്റ് ഓഫ് ഞങ്ങൾ എന്തിനാണ് ഇപ്പം IFFK എന്ന് വരുമ്പോഴത്തേക്കും ഈ വേദിക്ക് ഞങ്ങൾക്ക് അതിനൊരു തീം ബേസ്ഡും ബാക്കി അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ റിസർച്ച് ചെയ്യും. ബാക്കി നമ്മൾ എവിടെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഞങ്ങൾ റീസെൻ്റ്ലി ഞങ്ങൾ KIF എന്നും പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിക്കാനം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഞങ്ങളുടെ കോളേജ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ അതിൻ്റെ തീം ബേസ്ഡ് ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഇപ്പം IFFK വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു. പിന്നെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അക്കാഡമിക്കലി ഞങ്ങൾ കുറേ ഉള്ള കാരണം ഞങ്ങൾ അങ്ങനെ മോസ്റ്റ്ലി ഫിലിം റിലേറ്റഡ് തിങ്സ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മരിയൻ കോളേജ് കുട്ടിക്കാനം മീഡിയ ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം ചേർന്ന് നൊവിറ്റ എന്ന് പറഞ്ഞിട്ട് IFFK ഒരു ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റിൻ അവർ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. ഇവിടെ വരുന്ന സിനിമകളെക്കുറിച്ച്, സിനിമകളുടെ സംവിധായകരെക്കുറിച്ച് ഒരുപാട് ഇൻഫോർമേറ്റീവാണ് ഇത്. പെട്ടെന്ന് തന്നെ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ നൊവിറ്റ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വായിച്ച് നോക്കുക. വളരെ വളരെ ഇൻഫോർമേറ്റീവാണ്. സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളതെന്നാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. എല്ലാവരും ഇത് നൊവിറ്റ അറിയും. താങ്ക് യു. ഈ പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.